ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നല്ല മുട്ട കൊണ്ടുള്ള ബജിയാണ്. അങ്ങനെ മുട്ടേൻ്റെ അങ്ങനെ 2 വലിയ ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് 2 പച്ചവളം ചെറുങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നല്ലോണം വാട്ടിയെടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും. അങ്ങനെ നമുക്ക് മുട്ട വേവിക്കാൻ കുക്കറിൽ വെക്കുക. ഒരു പിസിലടിയുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക. അങ്ങനെ മുട്ടേൻ്റെ തോടെല്ലാം പൊക്കി ഞാൻ വെച്ച് അങ്ങനെ മസാല ആടിയതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഇറച്ചി മസാലപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലോണം യോജിക്കാം. അങ്ങനെ നമ്മളെ മുട്ട വെള്ള വേറെ മഞ്ഞ വേറെ വെക്കുക. അങ്ങനെ മഞ്ഞ നമുക്ക് ഇതിലിടാം. ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് ഈ മുട്ടേൻ്റെ മഞ്ഞ നമുക്ക് ഇതിലിടാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കിയാൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്കും എല്ലാം എടുക്കാം. അങ്ങനെ വെള്ള വേറെ വെച്ച് മഞ്ഞയിൽ മസാലയാക്കി. അങ്ങനെ നമുക്ക് മാവ് കലക്കുക. കടല മാവാണ് വേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള കടല മാവ് ഒരു പാകത്തിൻ്റെ കണക്കിലുള്ള, ഞാനൊരു 7 മുട്ടേൻ്റെ മാവിൻ്റെ കണക്കിലാണ് എടുക്കുന്നത്. അങ്ങനെ കടല മാവ്, കുറച്ച് ഉപ്പ്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനമൊക്കെ ഉണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല പ്രശ്നമൊന്നുമില്ല. മല്ലിച്ചപ്പ്, കുറച്ച് മൈദയും, കടലമാവിൻ്റെ കൂടെ കുറച്ച് മൈദ ഇടണം. അങ്ങനെ കുറച്ച് മൈദ ഇട്ട് നമ്മളൊരു ഒത്ത അളവിന്, നമുക്ക് അധികം ലൂസാകാൻ പാടില്ല, അധികം ടൈറ്റ് ആകാൻ പാടില്ല. നമുക്ക് മുട്ട നല്ലോണം അതിൽ യോജിപ്പിച്ചെടുക്കണേ. അങ്ങനെ ഈ മുട്ടേൻ്റെ മഞ്ഞ വെക്കുന്ന സ്ഥാനത്ത് ഈ മസാല നമുക്ക് ചെറുങ്ങനെ വെക്കുക. അങ്ങനെ മുട്ടേൻ്റെ മഞ്ഞ വെക്കുന്നിടത്ത് തന്നെ വെക്കുക. എല്ലാവരും വീട്ടിലുണ്ടാക്കുക. അടിപൊളി ടേസ്റ്റ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുന്നത് അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ അത്രക്കും ടേസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളെ നെയ്യിൽ ഏത് വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കുക. നമ്മളെ സൺഫ്ലവർ ഒഴിക്കുക. ഏത് നെയ്യിൽ നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം. എന്നാലും നമ്മളെ വീഡിയോ എല്ലാവരും എത്തുള്ളൂ. പിന്നെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്തെടുക്കുക, കമൻറ്റ് ചെയ്തെടുക്കുക. പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. നമ്മളെ സാധാരണക്കാർക്ക് സാധാരണ വീട്ടിലുണ്ടാകുന്ന, അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം. നമുക്ക് വൈകുന്നേരത്തെ ചായക്കുണ്ടാക്കാം, നോമ്പ് തുറക്കും ഉണ്ടാക്കാം, പിന്നെ ആൾ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം, എല്ലാത്തിനും ഉണ്ടാക്കാം. എത്രയും പെട്ടെന്ന് ആകും. കുറച്ച് സാധനം ഇതിന് വേണ്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം ഇത് ആക്കിയാൽ പിന്നെ ആക്കണമെന്ന് തോന്നുന്നു. അത്രക്കും ടേസ്റ്റില്ല. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ട ബജി ഉണ്ടാക്കിയിട്ട് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ മുട്ട ബജി റെഡിയായി വന്നു. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയി വരുന്നു. ബൈ.